ഞാൻ ആരുടെയും കല്യാണം മുടക്കിയിട്ടില്ല കേട്ടോ. ഇല്ല. അപ്പൊ എന്നാ ചുമ്മാ അത് തെറ്റായിട്ട് എന്തോ കിട്ടിയതെന്തോആണ്, ഫേക്ക് ന്യൂസ് എന്തോ ആണ്. എന്തെങ്കിലും കുറച്ച് ഡീറ്റെയിൽസും കൂടി ഉണ്ടോ? അത് തന്നെ, അത് നമ്മൾ അന്വേഷിച്ച് ചോദിക്കാം. എന്തോ അല്ല, വേറെന്താന്ന് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് കേട്ടത്, വേറൊരു ഇതേപോലെ ഒരു ഫേമസ് ഒരു ആക്ടർ, മെയിൽ ആക്ടർ, ആ മെയിൽ ആക്ടർക്ക് ചേച്ചിയോടും ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനോടും ഒരേ സമയത്ത് ക്രഷ് ആയിരുന്നു. അദ്ദേഹം ആദ്യം ആ ചേച്ചിയുടെ ഫ്രണ്ടുമായിട്ട് അവർ തമ്മിൽ സംസാരിച്ചു, കണക്ഷനൊക്കെ ആയി. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു, ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ആ ഏജിൽ നമുക്ക് തോന്നിയിരുന്നു, നമുക്ക് നോക്കാം നിന്നോടുള്ള സ്നേഹം കറക്റ്റ് ആയിട്ടാണോ, ജെനുവിൻ ആയിട്ടുള്ള നിന്നോടുള്ള സ്നേഹമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചേച്ചി വേറൊരാളായിട്ട് നിന്നിട്ട് ആള് മാറിയിട്ട് ചേച്ചി കോൺടാക്ട് ചെയ്തു. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ പ്രാങ്ക്, ആക്ച്വലി കല്യാണം ഒന്നും മുടക്കിയിട്ടില്ല, പക്ഷെ അത് നല്ല രസമുള്ള പ്രാങ്ക്. രസമുള്ള പ്രാങ്കിന്റെ കഥ ഞങ്ങൾ കേൾക്കട്ടെ. ഓക്കെ ഓക്കെ. അത് സംഭവിച്ചത് എന്താ അറിയോ, ആളുകളുടെ പേര് പറയണോ? വേണ്ടല്ലോ. ഓക്കെ, ഞങ്ങൾ എറണാകുളത്ത് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ എറണാകുളത്ത് അന്നൊക്കെ ഞാൻ എറണാകുളത്ത് ഇങ്ങനെ സ്ഥിരമായി എറണാകുളത്തുണ്ട്. യന്ത്ര മീഡിയ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശ്യാം സാറിന്റെ ശ്യാം സുന്ദർ, ഹിസ് നോ മോർ, ആളുടെ യന്ത്ര മീഡിയ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ സ്ത്രീജന്മം എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ടെലിവിഷൻ പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇവിടെ മിക്കവാറും ഐ വാസ് ഒരു കമ്പനി ആർട്ടിസ്റ്റ് പോലെയായിരുന്നു യന്ത്ര മീഡിയന്റെ. ഓഫ് ആൻഡ് ഓൺ പ്രോജക്ട്സിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു മേജർ പ്രോജക്റ്റ് സ്ത്രീയാന്ന് തോന്നുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ സ്ഥിരമായ ഒരു വീട്ടിലാണ് ഷൂട്ട് വരിക. അപ്പൊ ആ വീട്ടിൽ ഞാനും